മണി അടിപൊളി അടിപൊളി സൂപ്പർ ഹിറ്റ്. അതുക്കും മേലെ പിന്നെ ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടി കാണും. ദിലീപിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, കാണാനും കൊള്ളാനും കൊള്ളാം. പക്ഷേ ഇത് പണ്ടത്തെ ഒരു നാടൻ വേഷൻ രൂപത്തിലാണ് ദിലീപ് ഇത് ഇങ്ങനെ പറഞ്ഞത്. ഓരോ മോശമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ മീശയും ഗീശയും കാണുമ്പോൾ പണ്ടത്തെ ഒരു നാടൻ റോളാണ്. പക്ഷേ ഇപ്പോഴത്തെ പയ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല മീശയൊക്കെ മുറുക്കി വെച്ച് ഇത് ഡാൻസും പാട്ടും ആട്ടവും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ദിലീപ് എന്ന് പറഞ്ഞാൽ സൂപ്പർ നടൻ, എല്ലാം കൊള്ളാം, നല്ല ക്ലൈമാക്സ് കൊണ്ട് എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ മേക്കപ്പിൻ്റെ ഒരു കുറവുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഥയെന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഒരുപാട് ഈ ചുമ്മാ ഇരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ കരയുള്ള സീനൊന്നും അതിനകത്തില്ല. അത് ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്. കാര്യം പറയാനല്ല. പിന്നെ എല്ലാ കാര്യം തന്നെ പറയണേ, ദിലീപിൻ്റെ സിനിമ ഇത് മറ്റേ ഈ പണ്ടത്തെ ഒരു നാടൻ സ്റ്റൈലായിപ്പോയി. വേഷം സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇവിടെ നല്ലൊരു സ്ഥലമാണ്, പക്ഷേ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം വളരെ മോശമായിട്ടൊരു സിനിമയാണ്. കാരണം എനിക്ക് ദിലീപിനെ ഇഷ്ടമാണ്, പക്ഷേ ദിലീപിൻ്റെ വരവ് വളരെ മോശമായിരിക്കുന്നു. കാരണം ഈ തങ്കമണി ഒന്നുമില്ല, ഒരു സീരിയൽ കണ്ടതിൻ്റെ പോലും ഒരു പ്രതിവിധിയില്ല. വളരെ മോശമായിട്ട്. ഞാനൊരു ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്ന ഒരു ഡയറക്ടറാണ്, പക്ഷേ നമുക്കൊരു സീരിയൽ കണ്ട ഒരു പ്രതിവിധി പോലും ഇതിനില്ല. കാരണം മിക്കവരും ഉറങ്ങിപ്പോയി. ഇറങ്ങി വന്നതിന് ശേഷം വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം ദിലീപ് ഒരു സ്ക്രിപ്റ്റ് കേൾക്കാതെ കഥ കേൾക്കാതെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഇനിയും ദിലീപിൻ്റെ നിലവാരം വളരെ താഴോട്ട് പോകും എന്നുള്ളതാണ് തോന്നുന്നത്. അത് നമ്മൾ സ്ക്രിപ്റ്റാണ് കേൾക്കുക. ഒരു സ്ക്രിപ്റ്റ് നല്ലൊരു കഥ, ഇപ്പോൾ മമ്മൂട്ടി ആയിരുന്നാലും മോഹൻലാലായിരുന്നാലും നല്ലൊരു കഥ കേൾക്കുന്നുണ്ട്. ഈ കഥ ഒരിക്കലും കേൾക്കുന്നില്ല. ദിലീപ് ഇപ്പം എനിക്ക് തോന്നുന്ന വളരെ നിലവാരം കുറഞ്ഞ സിനിമയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നാച്ചുറൽ സിനിമയിലോട്ടാണ് പോകേണ്ടത്. ഞാനൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാളാണ്, പക്ഷേ ഇത് വളരെ മോശമായിപ്പോയി. നല്ലൊരു സിനിമയിലോട്ട് പോകേണ്ടതായിരുന്നു. നല്ലൊരു കഥാപാത്രം ഇനിയും കിട്ടുമ്പോൾ നല്ലൊരു കഥാപാത്രത്തിലോട്ട് പോവുക. പക്ഷേ ഈ സിനിമയിലോട്ട് ഇനിയിപ്പം അടുത്തിപ്പോൾ ആൾക്കാർ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ വളരെ മോശമായിട്ടൊരു ഇതാണ് ദിലീപ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദിലീപ് ഫാനാണ്, പക്ഷേ ഇനിയും ദിലീപ് നല്ലൊരു സ്ക്രിപ്റ്റ് കേട്ട് നല്ലൊരു ഇതിൽ വന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള ഭാവി വളരെ മോശമാകുമെന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത്. കൊള്ളാം, നല്ല സിനിമ തന്നെ, നന്നായിരിക്കുന്നു കാണാൻ, കൊള്ളാം, ഇഷ്ടപ്പെട്ടത് നന്നായിരിക്കുന്നു. തങ്കമണി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലൈക്ക് യഥാർത്ഥം നടന്ന സംഭവമല്ലേ, അതുകൊണ്ട് അത് ഒത്തിരി ടച്ചിങ് ആയി. പക്ഷേ ഇത്രയും ക്രൂരത ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ഇങ്ങനത്തെ ഫിലിംസ് വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. സോ അതുകൊണ്ട് ഞാനിപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ സംഭവം. ഒത്തിരി ടച്ചിങ് ആയിപ്പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. അവരോരുത്തരോട് ഇഷ്ടം. പക്ഷേ എൻ്റെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇറ്റ്സ് എ ഫാക്ട്, റിയൽ സ്റ്റോറി. അതുകൊണ്ട് അത് ലൈക്ക് ഇത് നടന്ന, അല്ലാതെ ആരും ഫേക്കായിട്ടൊന്നും എടുത്തിട്ടില്ല. സോ അത് ഞങ്ങൾക്ക് ഫീലായി. ഇപ്പം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര അനുഭവിച്ച് കാണും, ആ ഫീലിംഗ് ആണ് ഞങ്ങൾക്ക്. പോലെ എല്ലാവരും ഈച്ച് ആക്ടർ ആക്ട്രസ് എല്ലാവരും അവരുടെ ബെസ്റ്റ് അവർ കൊടുത്തു. സോ ലൈക്ക് ഇറ്റ് വാസ് വെരി ടച്ചിങ് ഫോർ മീ. ഐ റിയലി ലവ് ദ മൂവി.